ജുഡീഷ്യറിയിൽ കേട്ടുകേഴ്വിയില്ലാതിരുന്ന ഒരു സംഭവം ഇപ്പോൾ നമ്മൾ കേൾക്കുകയാണ്. അതായത് ഒരു കേസിലെ ഒരു തുണ്ടി മുതലെന്ന് പറയുന്ന വസ്തു, അതായത് പ്രോപ്പർട്ടി, അത് പ്രോപ്പർട്ടി ക്ലാർക്കിൻ്റെ കൈവശമാണ് എപ്പോഴും ഇരിക്കേണ്ടത്. ഉദാഹരണമായിട്ടിപ്പോൾ ഈ അതിജീവിതയുടെ പ്രശ്നം, ഒരു നടിയെ ആക്രമിക്കപ്പെട്ടു എന്നുള്ള കേസ്, ലൈംഗികമായിട്ടുള്ള ഉപദ്രവം ആ പാവപ്പെട്ട സഹോദരിക്കുണ്ടായ ആ കേസ്, എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, അതിലെ ബലാത്സംഗ കുറ്റം അതിനകത്തുണ്ട്. 376 പർവ്യൂവിൽ വരും. അത് ഗ്യാങ് റേപ്പിൻ്റെ പർവ്യൂവിൽ വരും. കാരണം വേറെ ആളുകളുടെ സാന്നിധ്യത്തിൽ ഒരു റേപ്പ് നടന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് ഗ്യാങ് റേപ്പായിട്ട് പരിഗണിക്കപ്പെടും. അപ്പോൾ ആ കാരണത്ത് വേറെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളമാണ് അങ്ങനെ ആ രീതിയിലാണ് ആ കേസ് മുമ്പോട്ട് പോയത്. ഗ്യാങ് റേപ്പ് തുടങ്ങിയിട്ട് വളരെ ഗുരുതരമായ കുറ്റം. റേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതിന് ഇപ്പോൾ പല ഡെഫിനിഷനും ഉണ്ട്. അതൊന്നും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, അത് കേസ് തീരുമാനം എടുത്തോട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് അലിഗേഷൻസ് എന്ന് പറയുന്നത് റേപ്പ് ആവും, ബലാത്സംഗം ആവും. അപ്പോൾ ആ രീതിയിൽ ഗ്യാങ് റേപ്പ് വരെ ഉള്ള ഒഫൻസ് അതിനകത്ത് 120B, അതായത് ഗൂഢാലോചന ഒക്കെ വരുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതിലെ മെമ്മറി കാർഡും അതുപോലെ പെൻഡ്രൈവ് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. അതാണ് ആ കേസിൻ്റെ സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ആ കേസാണ്, അതാണ്. അപ്പോൾ ഈ മെമ്മറി കാർഡ്, അതായത് ഇതിനെ പീഡിപ്പിച്ചിട്ട് ലൈംഗികമായി പീഡിപ്പിച്ചിട്ട് അതിൻ്റെ ഫോട്ടോകൾ, അതിൻ്റെ വീഡിയോ റെക്കോർഡ് എടുത്തു എന്നുള്ളതാണ് ഒരു വൃത്തികെട്ടവൻ. അതാണ് അലിഗേഷൻ. അപ്പോൾ അങ്ങനെ വരിക. അപ്പോൾ അതിനകത്ത് ആ മെമ്മറി കാർഡ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ അതിൻ്റെ പെൻഡ്രൈവ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വസ്തുവാണ്, തൊണ്ടി മുതലാണ്. അപ്പോൾ അത് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കേണ്ടത്. മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമ്പോൾ മജിസ്ട്രേറ്റ് അതിൻ്റെ മുമ്പിൽ അത് പ്രോപ്പർട്ടി ഹാജരാക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി ക്ലാർക്ക് വന്നിട്ട് അത് വെരിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെമ്മറി കാർഡ് കാണുകയല്ല ചെയ്യുന്നത്. ഇത് മെമ്മറി കാർഡ് ഉണ്ട് എന്ന് മാത്രം മതി, ഫിസിക്കലായിട്ട് മെമ്മറി കാർഡ് കിട്ടിയിട്ടുണ്ട്. അത് ആ റെക്കോർഡിൽ അത് ടിക്ക് ചെയ്തിട്ട് ആ വസ്തു എടുത്ത് വെക്കണം. ഇത് പ്രത്യേകിച്ചും ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട്, ഒരു വസ്തു ആയതുകൊണ്ടും അത് ചെറുതായതുകൊണ്ടും അത് സേഫ് കസ്റ്റഡിയിൽ വെക്കുകയാണ് പതിവ്. സേഫ് കസ്റ്റഡി വെക്കുന്നതിന് പ്രത്യേക ഓർഡർ ഉണ്ട്, അത് കൊടുക്കും. ആ സേഫ് കസ്റ്റഡി വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും മജിസ്ട്രേറ്റിൻ്റെ ഒപ്പ് വേണം, എന്നാലേ ഈ സാധനം എടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഉള്ള ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്, അങ്ങനെ സൂക്ഷിക്കണം. അപ്പോൾ ഇത് കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അതിജീവിത പണ്ട് മുതലേ പറയുന്നുണ്ട്, ഇത് നാട്ടുകാർ മുഴുവൻ കണ്ടിട്ടുണ്ട്, പലരും ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പറയാൻ പറ്റത്തില്ല നമുക്ക്. ആ രീതിയിൽ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഈ സാധനം. അതെങ്ങനെ കാണാനിടയായി എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. പക്ഷേ ഇപ്പോൾ പുറത്ത് എടുക്കത്തില്ല ഒരുത്തരം. കാരണം ഇത് പ്രശ്നമായെന്ന് അറിയാവുന്നതുകൊണ്ട് ഈ പുറത്തെടുക്കുന്നവനോ ഇത് അപ്ലോഡ് ചെയ്യുകയോ ഇത് ആരെങ്കിലും കാണിക്കുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യുന്നവനും എല്ലാം കേസിനകത്ത് പെടും. അപ്പോൾ അത് കാരണം ഇത് ഇപ്പോൾ പുറത്തെടുക്കത്തില്ല, ഇപ്പോൾ പുറത്ത് വരാൻ പറ്റുന്നില്ല. അതിന് ഇനി കാലങ്ങൾ കഴിയുമ്പോഴും പുറത്ത് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, കാരണം പുറത്തെടുക്കാൻ ഒക്കാതായി. അപ്പോൾ ഇത് എങ്ങനെ വെളിയിൽ പോയി എന്നുള്ളതിനെ കുറിച്ചൊന്ന് ചിന്തിക്കണം. അപ്പോൾ ഒന്നുകിൽ ഇതിലെ പ്രതികൾ, ഈ കേസിലെ ഈ പ്രതികൾ അത് ആളുകൾക്ക് കൊടുത്തു, അല്ലെന്നുണ്ടെങ്കിൽ ഇത് കോടതി വന്നതിന് ശേഷം അവിടുന്ന് ചോർച്ചയായി. അപ്പോൾ കോടതി വന്നതിന് ശേഷം ഇതിന് ചോർച്ചയുണ്ടായി എന്ന് കാണിക്കുന്ന തെളിവുകളുണ്ടായി. അതിൻ്റെ തെളിവെന്ന് പറയുന്നത് ഇതിൻ്റെ ഹാഷ് വാല്യൂ മാറി. ഈ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോപ്പി ചെയ്താലോ അല്ലെങ്കിൽ അത് വേറെ അത് ഓപ്പൺ ചെയ്തത് എടുത്താലോ ഈ രീതിയിലൊക്കെ അതിൻ്റെ ഹാഷ് വാല്യൂ മാറും. ഇതിപ്പോൾ നമുക്കത് എഡിറ്റ് ചെയ്തിട്ടില്ല എന്ന് പോലും നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം ഇത് മനസ്സിലായത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇത് മജിസ്ട്രേറ്റ് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയെന്ന്. എന്തിനാ പുഴുങ്ങി തിന്നാനും? ഇത് ഇങ്ങനെയുള്ള ഇതുപോലുള്ള ഒരു കാര്യം മജിസ്ട്രേറ്റിന് വീട്ടിൽ കൊണ്ടുപോകാൻ എന്താ അവകാശമുള്ള അധികാരമുള്ളത്? ഒന്നുമില്ല. വളരെ വളരെ മോശമായൊരു പ്രവൃത്തിയാണ് ആ ചെയ്തത്. ഇത് കൊണ്ടുപോവുക, എന്നിട്ട് ഏതാണ്ട് കാലങ്ങളോളം കയ്യിൽ സൂക്ഷിക്കുക. പിന്നെ അലിഗേഷൻസ് ഇതിനകത്ത് പറയുന്നത് എനിക്ക് അറിയില്ല. അത് ഇതിലെ പ്രതികളെയും അതുപോലെ പ്രതികളുടെ അഭിഭാഷകരെയും വിളിച്ച് മജിസ്ട്രേറ്റിൻ്റെ ലാപ്ടോപ്പിൽ ഇത് പ്രദർശിപ്പിക്കുക. ഇതിൽ പരം മോശമായൊരു കാര്യം എന്തോ ഉണ്ട്? അതിനുള്ള അധികാരം ആര് കൊടുത്തു മജിസ്ട്രേറ്റിന്? എന്താണ് മജിസ്ട്രേറ്റിൻ്റെ ഈ രീതിയിലുള്ള പവറും പ്രവർത്തനത്തിൻ്റെ ആ രീതിയും? എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യമാണ്.
ഇത് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം സാധാരണഗതിയിൽ ഒരു ജുഡീഷ്യൽ ഓഫീസർ ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യമാണ്. ഇനി അങ്ങനെ ചെയ്തു എന്ന് ശ്രീമതി ഹണി വർഗീസിന് കൊടുത്ത മൊഴിയിൽ മജിസ്ട്രേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് കുടുങ്ങുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. കാരണം ഇത് സർവീസ് ചട്ടങ്ങളും അതുപോലെ ഒരു മജിസ്ട്രേറ്റിൻ്റെ പ്രവർത്തനങ്ങളിലും കാണുന്ന ഏറ്റവും മോശമായ ഒരു കാര്യമാണ്. അതിൻ്റെ എല്ലാം ലംഘനമാണ്, സത്യപ്രജ്ഞയുടെ തന്നെ ലംഘനമാണ്. ആ രീതിയിലേക്ക് മാറും. വളരെ വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ഈ തൊണ്ടി മുതലെടുത്ത് വീട്ടിൽ കൊണ്ടുപോയെന്ന് പറയാൻ. അത് വെക്കേണ്ട സ്ഥലമുണ്ട്, അവിടെ വെക്കാൻ പാടുള്ളൂ, അല്ലാതെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാനുള്ളതല്ല. എനിക്കറിയാതെന്ന് അറിഞ്ഞ ഇന്നുവരെ ഒരു തൊണ്ടി മുതൽ ഞാൻ ഒരുപാട് ഇത്രയും വർഷം ജഡ്ജിയായിട്ടിരുന്ന ആളാണ്. ഏതാണ്ട് 500 പരം കൊലക്കേസുകൾ എൻ്റെ മുമ്പ് നടന്നിട്ടുണ്ട്. ധാരാളം ബലാത്സംഗ കേസുകൾ നടന്നിട്ടുണ്ട്, പോക്സോ കേസുകൾ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും തൊണ്ടി മുതലുകളൊന്നും ഞാൻ ഇന്നുവരെ വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല. മാത്രമല്ല ഞാനത് കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ക്ലാർക്ക് ഡീൽ ചെയ്യും, സമയമാകുമ്പോൾ അത് കോടതിയിലെടുത്ത് വെക്കും, കൊണ്ടുവരും. ഇത് പിന്നെ എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് യഥാർത്ഥത്തിൽ ഓപ്പൺ കോടതിയിൽ, അതായത് ട്രയലിൽ വിചാരണ വേളയിൽ ഓപ്പൺ കോടതിയിൽ ഇത് പ്ലേ ചെയ്ത് പ്രതിഭാഗത്തിനെ കാണിക്കണം. അതുപോലെ ഈ സാക്ഷിയുണ്ടെങ്കിൽ ഏത് സാക്ഷിയാണെന്ന് വെച്ചാൽ സാക്ഷി കോടതി കാണുക. ഇതാ വേണ്ടത്. കാരണം പ്രതികൾക്ക് ഇതിനെക്കുറിച്ചൊരു അവബോധം വന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള മറുപടി പറയാനുള്ള ഒരു അവസരം, അതാണ് ഈ തെളിവിൽ വേണ്ടത്. പക്ഷേ ഇതിനകത്ത് ഓപ്പൺ കോടതിയിലും ഒക്കെ പറ്റത്തില്ല. കാരണം ഇത് ബലാത്സംഗ കേസായതുകൊണ്ട്, ഇങ്ങനെ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട ഒരു കേസായതുകൊണ്ട് അതിനകത്ത് എപ്പോഴും അതിൽ ഇൻ ക്യാമറ ട്രയൽ ആയിരിക്കും. അതായത് കോടതി മുറി അടച്ചിടുക, ആ പ്രതികളുടെ അഭിഭാഷകരും മാത്രം, പിന്നെ കോടതിയിലെ ഉള്ള ബെഞ്ചുകാർക്ക് കോടതി, അതായത് ജഡ്ജി, പ്രോസിക്യൂട്ടർ, മറ്റാർക്കും കോടതിയിൽ ഇരിക്കാൻ ഒക്കത്തില്ല. പിന്നെ സാക്ഷി, ഏത് സാക്ഷിയാണെന്ന് പറഞ്ഞാൽ സാക്ഷി, അതേ ഉള്ളൂ. വേറെ ആർക്കും കോടതിയിൽ ഇരിക്കാൻ ഒക്കത്തില്ല, ആരും കയറ്റത്തില്ല. ഇവരിത്രയും കാണത്തക്കവണ്ണം ഇത് പ്ലേ ചെയ്യാം. കാരണം അത് വേറെ മാർഗമില്ല. കാരണം ഇത് തെളിവിൽ എടുക്കേണ്ടതാണെങ്കിൽ അത് പ്ലേ ചെയ്യണം. ഈ കേസിനകത്തും ഇത് അങ്ങനെ തെളിവിലെടുക്കാൻ പാടുള്ളൂ. അല്ലാതെ മജിസ്ട്രേറ്റ് വീട്ടിൽ കൊണ്ടുവച്ച് കാണാനും നാട്ടുകാരെ വിളിച്ച് സദ്യ കൊടുക്കാനും ഉള്ള ഒരു കാര്യമല്ല ഇത്. അതേപോലെ ജഡ്ജിമാർക്കും ഇത് തന്നെയാണ് ബാധകം. സെഷൻസ് ജഡ്ജി, അത് ഏത് ജഡ്ജിയാണെന്ന് വെച്ചാൽ ആ ജഡ്ജി കൺസേൺഡ് സെഷൻസ് ജഡ്ജോ അഡീഷണൽ സെഷൻ ജഡ്ജോ ആരാണെന്ന് വെച്ചാൽ ഈ കേസ് എങ്ങോട്ട് കമ്മിറ്റ് ചെയ്യപ്പെടുന്നോ, കമ്മിറ്റ് ചെയ്തിട്ട് മേക്ക് ഓവർ ചെയ്യുന്നോ ആ ജഡ്ജിക്ക് മാത്രമേ ഉള്ളൂ. അതും ആ ജഡ്ജിക്ക് ഇത് വീട്ടിൽ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും. അപ്പോൾ ജഡ്ജിമെൻ്റ് എഴുതാനായിട്ട് ഞാൻ കൊണ്ടുപോയെന്ന് പറയാം. അത് തൊണ്ടി മുതലൊന്നും ജഡ്ജിമെൻ്റ് എഴുതാനൊന്നും ആവശ്യമില്ല ഒരിക്കലും. ഇനി തൊണ്ടി മുതലല്ല റെക്കോർഡാണെങ്കിൽ, അത് ഏതാണ് അതിൻ്റെ റെക്കോർഡ്, ആ റെക്കോർഡെന്ന് പറയുന്ന സാധനം അത് റെക്കോർഡായി മാറിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം. കാരണം അത് ഇറ്റ്സ് എ റെക്കോർഡ്, ഒരു ഈ ക്രിമിനൽ കേസിലെ റെക്കോർഡായിട്ട് മാറും. അത് ആ രീതിയിൽ പ്രൂവ് ചെയ്യണം. തൊണ്ടി മുതലും റെക്കോർഡും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാർക്ക് ചെയ്യാൻ ആ പ്രോപ്പർട്ടി അത് റെക്കോർഡ് ചെയ്തോനോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് എവിഡൻസ് ആയിട്ടോ അതിൻ്റെ ഒന്നും ഉപയോഗം ആവശ്യമില്ല. നേരെ മറിച്ച് ഇങ്ങനെ ഒരു ഫിസിക്കൽ ഓബ്ജക്റ്റ് മാത്രം ഉണ്ടെങ്കിൽ അത് മെറ്റീരിയൽ ഓബ്ജക്റ്റ് ആണ്, MO എന്ന് പറയും. മറ്റേത് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എക്സിബിറ്റ് എന്ന് പറയും. എക്സിബിറ്റ് P സീരീസിൽ വരുന്ന ഏതെങ്കിലും. അപ്പോൾ ആ രീതിയിൽ എക്സിബിറ്റ് അല്ല MO ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എടുത്തുകൊണ്ട് പോകത്തില്ല. ഇനി എക്സിബിറ്റ് ആയാൽ പോലും റെക്കോർഡുകളൊന്നും വീട്ടിൽ കൊണ്ടുപോകുന്നത് ശരിയല്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് കാരണം പ്രത്യേകിച്ച് സേഫ് കസ്റ്റഡിയിലുള്ള സാധനമാണെങ്കിൽ ഒരു കാരണവശാലും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇനി ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ രീതിയിലുള്ള ഇത്രയും മോശമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു PO ആണ്. അത് ആ കുട്ടിക്ക് എന്തുമാത്രം ഹരാസ്മെൻ്റ് ഉണ്ടാക്കിയെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അത് ആര് ചെയ്തു എന്നുള്ളതല്ല പ്രശ്നം, ആര് ചെയ്യിപ്പിച്ചു എന്നുള്ളതൊന്നും അല്ല അതിനകത്തെ കാര്യം. അതിന് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പം പിന്നെ എന്താണുള്ളത്, അതിന് ഇരട്ടി ബുദ്ധിമുട്ടല്ലേ അതിന്. കാരണം ഇത് നാട്ടുകാർ മുഴുവൻ കാണുക, അത് ഇറങ്ങി നടക്കണ്ടേ സമൂഹത്തിൽ. അപ്പോൾ എന്തുമാത്രം എംബരാസ്മെൻറ്റും വിഷമവും അതിനുണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോഴത് പറഞ്ഞേക്കുന്ന ഇതുപോലെ ഒരുപാട് ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്, പല ആളുകളും ഇത് കാണാനിടയായിട്ടുണ്ട് എന്ന് അത് പറയുന്നുണ്ട്. അപ്പോൾ അത് ആദ്യമൊന്നും ആരും മുഖവിലേക്ക് എടുത്തില്ലെങ്കിലും പിന്നെ ഇത് തോന്നി ഇതിനകത്ത് എന്തോ കാര്യമുണ്ടെന്ന്. അങ്ങനെ തോന്നിയപ്പോഴാണ് ഹൈക്കോടതിയിൽ നിന്ന് ഒരു സിംഗിൾ ജഡ്ജിൻ്റെ ഓർഡർ അത് വന്നത്. കാരണം ഇതിനകത്തൊരു എൻക്വയറി അന്വേഷണം, ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം,
ഇത് കോപ്പി ചെയ്തിട്ടുണ്ടോ, പുറത്തു പോയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കണം. ആ അന്വേഷണത്തിന് ഒരു റിപ്പോർട്ട് അന്വേഷിച്ച് പെട്ടെന്ന് ഹാജരാക്കണം എന്ന് പറഞ്ഞു ഒരു ഡയറക്ഷൻ ഇവിടുത്തെ ഈ കേസ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എറണാകുളം സെഷൻ ജഡ്ജിന് കൊടുക്കുന്നു. എറണാകുളം സെഷൻ ജഡ്ജ് ഞാൻ മനസ്സിലാക്കിയത് ഒരു എൻക്വയറി നടത്തി. ആ എൻക്വയറി നടത്തിയിട്ട് അത് മാത്രമല്ല ഹൈക്കോടതി പെർമിറ്റ് ചെയ്തിരുന്നു വേണമെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ഓഫീസേഴ്സിൻ്റെ സഹായം തേടാമെന്ന് പറഞ്ഞിരുന്നു എൻക്വയറിക്ക്. അതൊന്നും തേടിക്കണ്ടില്ല. മാത്രമല്ല ഇതിനകത്തുള്ള വലിയൊരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് ഈ അതിജീവിതയെ ഇതിനകത്ത് അതിൻ്റെ മൊഴി എടുത്തിട്ടില്ല. അതെടുക്കേണ്ട, എൻക്വയറിക്കകത്ത് അത് ഉറപ്പായിട്ട് എടുക്കണ്ട. മറ്റേ കേസെന്ന് പറയുന്നതും ഇതുമായിട്ടൊരു ബന്ധമില്ല. ആ മെയിൻ കേസ് എന്ന് പറയുന്നത് ഇതിനെ ഇങ്ങനെ ഉപദ്രവിച്ചു, അതിനെ പീഡിപ്പിച്ചതിന് മുന്നേ അതിന് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് അലിഗേഷൻ. മറ്റേതിനകത്ത് ഇതിനകത്ത് അതല്ല. ഈ പീഡിപ്പിച്ച ഈ MO എന്ന് പറയുന്നത് കോടതി വന്നപ്പോൾ അത് തിരിമറി നടത്തി അതിൻ്റെ ഹാഷ് വാല്യൂ മാറ്റി പല ആളുകളും കണ്ടിട്ടുണ്ട്. അത് മാറിയിട്ടുണ്ട് ഹാഷ് വാല്യൂ. അത് കണ്ടിട്ടുണ്ട്. അത് ആരൊക്കെയാണ് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള എൻക്വയറിയാണ് നടക്കുന്ന അന്വേഷണം. ആ അന്വേഷണത്തിൽ ഇതിൻ്റെ മൊഴിയെടുക്കാം. ഇതെങ്ങനെ മനസ്സിലായി ഇതിന്, അല്ലെങ്കിൽ ഇങ്ങനെ പോയിട്ടുണ്ടോ, അതിൻ്റെ പരാതി എന്താണ് ഒന്ന് കേൾക്കേണ്ടതാണ്. അത് കേട്ടിട്ടില്ല എന്ന് പറയപ്പെടുന്നു. ഞാൻ ആ റിപ്പോർട്ട് കണ്ടില്ല. സബ്ജക്റ്റ് കറക്ഷൻ കാരണം ഉണ്ടെങ്കിൽ ഞാൻ അതങ്ങ് വിഡ്രോ ചെയ്യുന്നു. എനിക്കറിയില്ല. പക്ഷേ എനിക്ക് മനസ്സിലായിടത്തോളം അതിൻ്റെ മൊഴി എടുത്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബാക്കിയുള്ള ഇതേപോലെ ഒരു എവിഡൻസ് അത് ഒരു സീനിയർ ക്ലാർക്ക്, അതായത് അയാൾ ഇത് കണ്ടു എന്നുള്ളതാണ്. അതായത് അവിടുത്തെ സെഷൻ ജഡ്ജിൻ്റെ PA ആയിട്ടിരുന്ന ആൾ കണ്ടു എന്നുള്ളതാണ്. ഇതിനുള്ള അധികാരം അയാൾക്ക് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി രാത്രി 10:58 പരിശോധിച്ചതായിട്ടാണ് എവിഡൻസിനകത്ത് വന്നേക്കുന്നത്. രാത്രി 10:58 കൊണ്ട് പരിശോധിക്കുന്നത് നല്ല കാര്യത്തിനൊന്നും അല്ലല്ലോ ഇവനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇയാൾക്ക് ഇത് എങ്ങനെ ഇതിനുള്ള അധികാരം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അങ്ങനെ എടുത്തുകൊണ്ട് വരാതായപ്പോൾ അത് ജഡ്ജി പറഞ്ഞിട്ടാണ്. ജഡ്ജി അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജഡ്ജിമാർക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു ധാരണ ഒരിക്കലും വരികയില്ല, കിട്ടത്തില്ല. അവരാരും ചെയ്യുകയല്ല അത് സാധാരണഗതിയിൽ. അത് കോമൺ സെൻസിന് അഗൻസ്റ്റ് ആണ് ഒരു ജഡ്ജി ഇത് ചെയ്തെന്ന് പറയുന്നത്. കാരണം ജഡ്ജി ഇത് ഈ തൊണ്ടി സാധനം എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ ആ ക്ലാർക്കിൻ്റെ അടുത്ത് പറഞ്ഞു, അയാളുടെ PA എടുത്ത് പറഞ്ഞു എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ ഒക്കെയല്ല. ഇത് എന്താണെന്ന് പറയുക, ഇത് ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ല. യവൻ ഇങ്ങനെ പറഞ്ഞ് തടി വരും. അത് ജഡ്ജി പറഞ്ഞിട്ട് ഞാൻ എടുത്തുകൊണ്ട് പോയതാണ്. അതെങ്ങനെ കണ്ടു? അത് മൊബൈൽ ഇട്ടുകൊണ്ടോ? ആ മൊബൈൽ എവിടെ? അത് കളഞ്ഞു. മോണ്ടി ക്രിസ്റ്റോയുടെ മോനാന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും പണം അല്ലെ മൊബൈൽ, ഒരു ക്ലാർക്കിൻ്റെ മൊബൈൽ കളഞ്ഞുപോയി. കൂളായിട്ട് പറയാം മൊബൈൽ കളഞ്ഞു എന്ന്. കാരണം ആ തൊണ്ടി അത് കളഞ്ഞാൽ തന്നെ യഥാർത്ഥത്തിൽ എവിഡൻസ് സപ്രസ് ചെയ്യാണ്. സ്ക്രീനിങ് ദ ഒഫൻഡർ ഫ്രം ലീഗൽ പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ 201 പർവ്യൂവിൽ വരും, ഒഫൻസ് വരും IPC. അപ്പം ഇത് നമുക്ക് തിരിച്ചറിയേണ്ട കാര്യം. ഇതിനകത്ത് വേണ്ട അതുപോലും, അതായത് പറഞ്ഞേക്കാണ് ജഡ്ജി പറഞ്ഞതാണ്. ഒരിക്കലും അദ്ദേഹം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജഡ്ജി ഒരിക്കലും അത്രയും മണ്ടത്തരം ആരും കാണിക്കത്തില്ല. ഒരു ക്ലാർക്കിൻ്റെ അടുത്ത് ഈ സാധനം എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഇഷ്ടം പോലെ കണ്ട് നീ വീട്ടുകാരെയൊക്കെ കാണിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് കൊടുത്തയക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിനോട് ചോദിച്ചു മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു ജഡ്ജിക്കെതിരെ ഇതുപോലുള്ള ഒരു ആരോപണം വരുമ്പോൾ ആ ജഡ്ജിക്ക് വെറുതെ ചുമ്മാതെ കാടടച്ച് വെടിവെക്കുന്ന കാര്യം അത് ജഡ്ജി പറഞ്ഞിട്ടാണ് എന്നങ്ങ് വിശ്വസിക്കുക. അതാണ് ഇവിടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, ഇവിടുത്തെ എൻക്വയറി ഓഫീസർ ചെയ്തേക്കുന്നത്. അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരുത്തം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു പൊട്ടൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ജഡ്ജി എടുത്ത് പോയി ചോദിക്കേണ്ട, ഇങ്ങനെ ഇയാളൊരു മൊഴി തന്നേക്കുന്നത് സാറേ, ഇങ്ങനെ എന്താ സത്യം എന്ന് ചോദിക്കണം. ആ ചോദിക്കാനുള്ള മര്യാദ പോലും കാണിക്കാതെ അതിന് പോലും ഒന്നും ഇടപെടാതെ ഇനി അന്നേരം ചോദിക്കും അത് ഹൈക്കോടതി ജഡ്ജി, ഇപ്പം അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയാണ്, ഹൈക്കോടതി ജഡ്ജിയെ എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും എന്ന്. ക്വസ്റ്റ്യൻ ചെയ്യല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുകയാണ്. അതിൻ്റെ പെർമിഷൻ എടുക്കണം. അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ പെർമിഷൻ എടുക്കണം. ഇങ്ങനെ അങ്ങയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞേക്കുന്നു. അപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ, ഒരു എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ അത് മോശമായി, ജുഡീഷ്യറിയുടെ പ്രതിച്ഛായയ്ക്ക് മോശമാവും എന്ന് പറഞ്ഞാൽ ജഡ്ജിനെ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഏത് ജഡ്ജിയാണെന്നെങ്കിലും ചെയ്യും. ഞാനാണെങ്കിൽ അന്നേരം കൊടുക്കും മൊഴി, ഇതിൻ്റെ എന്താ സംഭവം എന്ന് ഉള്ള കാര്യം കുറഞ്ഞു കൊടുക്കും. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അത്രയല്ലേ ഉള്ളൂ. ഒരു കാരണവശാലും പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ മറ്റൊരു ക്ലാർക്ക്, അതായത് ഈ പറയുന്ന കോടതിയിലെ, അതായത് അന്നത്തെ സെഷൻസ് കോടതിയാണോ അതോ അല്ല, അത് അന്ന് CBI സ്പെഷ്യൽ കോർട്ടിലായിരുന്നു, ആ കോടതിയിലായിരുന്നു ഇപ്പോഴത്തെ ജില്ലാ ജഡ്ജി ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ കോടതിയിലായിരുന്നു ആദ്യം ആ കേസ്. CBI 3-ാം കോടതിയിലായിരുന്നു, മറ്റോ ആയിരുന്നു.
അങ്ങനെ അവിടുത്തെ ശിരസ്ഥാര് അയാളും അയാളുടെ വീട്ടിൽ കൊണ്ടുനടന്ന് അയാളുടെ സ്വന്തം ലാപ്ടോപ്പിലോ ഏതോ കൊണ്ടിലോ കുന്നത്തിലോ കണ്ടു എന്നുള്ളതാണ്. അയാൾ കൊണ്ടുപോയി കണ്ടതിൻ്റെ അങ്ങനെ 3 പേര് കണ്ടതായിട്ട് മാത്രമേ ഇത് പറയുന്നുള്ളൂ. ഈ 3 പേരെന്ന് പറയുന്ന ഒരു 30,000 പേര് കാണും. കാര്യം ഇപ്പോൾ ഞാൻ പറയുന്ന ഒന്ന് മജിസ്ട്രേറ്റ് എങ്ങനെ കാണാനിടയായി, എന്തിനു വീട്ടിൽ കൊണ്ടുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായ ഒരു റീസൺ അതിന് പറയണ്ടേ, ശരിയായ ഒരു റീസൺ വേണം. ഇതൊന്നുമില്ല, അങ്ങനെ ചെയ്യാമെന്നായിരുന്നു എനിക്ക് ധാരണ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല, അങ്ങനെ ധരിക്കാൻ പാടില്ലല്ലോ. പിന്നെ ഇതൊക്കെ കൊണ്ടുപോയാലുള്ള കുഴപ്പം എന്താ, ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോദിക്കും ഇങ്ങനൊരു സാധനം ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്, അതെ അല്ല ഒന്ന് കാണിക്കാം. മജിസ്ട്രേറ്റിന് വളരെ ഇഷ്ടമുള്ളവരോ അല്ലെങ്കിൽ ഇത് കാണുന്നവന് ഇഷ്ടമുള്ളവരോ ആണെങ്കിൽ ഇത് വിളിച്ച് വലിയ ആളാവാൻ വേണ്ടി ഇതൊന്ന് കാണിക്കും. എത്ര പേര് കാണും, എത്ര പേര് ഇത് അറിയും? അൾട്ടിമേറ്റ്ലി ഇത് ആർക്കാ ഇതിൻ്റെ ഉപദ്രവം ഉണ്ടാകുന്നത്? ആ പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടിക്കല്ലേ ഇതിൻ്റെ മുഴുവൻ ദോഷം ഉണ്ടാകുന്നത്. ഈ കേസിനകത്ത് ഒന്നും ഇത് ബാധിക്കത്തൊന്നുമില്ല. അതിൻ്റെ കാരണം ആ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അത് ബലാത്സംഗം, കുറ്റം, കൂട്ടബലാത്സംഗം, അതേപോലെ അതിനെ അപമാനിക്കൽ, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതിനെ തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തൽ, ത്രട്ടൺ ചെയ്യുക, ഇൻറ്റിമിഡേറ്റ് ചെയ്ത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഗൂഢാലോചന കുറ്റവും വരുന്നുണ്ട്, ആരോപിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇത് ചോർന്നതും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി അതിനകത്ത് ഹാജരാക്കിയേക്കുന്ന തൊണ്ടിമുതൽ യഥാർത്ഥ തൊണ്ടിമുതലാണോ എന്ന് പോലും ഇപ്പോൾ നമുക്ക് സംശയമുണ്ട്. അത് അതിനെ ബാധിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ഈ തൊണ്ടിമുതൽ കൊണ്ടുപോയി ഇത് എഡിറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വലിയ വ്യത്യാസം വരാം. അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്തും കാണാം, അത് രണ്ടാമത് കൊണ്ടുവന്ന് കോടതി അത് എടുത്തു. കാരണം ഇതിപ്പോൾ എടുത്തുകൊണ്ട് പോയി നാഥനില്ല കളരി പോലല്ലേ, ചോദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എടുത്ത് കൊണ്ടുപോകുന്ന രീതിയിലല്ലേ കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ കാണാം അത് മാറിപ്പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ നോക്കാൻ, അല്ലാതെ വേറെ ഒന്നുമില്ല. മാറിയിട്ടുണ്ടെങ്കിൽ അത് ആ കേസിന് ബുദ്ധിമുട്ട് വരാം. അതല്ലെങ്കിൽ ഈ കേസിനെ അത് ബാധിക്കത്തില്ല, ഇത് അടുത്ത കേസിൽ മാത്രം പെടുന്ന ഒരു കാര്യമാണ്. അതെ, അത് നമുക്ക് മറ്റേ കേസിനെ ഇത് ബാധിക്കത്തൊന്നുമില്ല. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവമാണ്. വേലി വിളവ് തിന്നുക എന്ന് പറയും. കാരണം ഇനി ആരുടെ പരാതി പറയുന്നത്? പരാതി പറയാൻ ഇപ്പോൾ പോലീസിൻ്റെ അടുത്ത് പോയി ആർക്കും പരാതി പറയാൻ ഒക്കത്തില്ല. കാരണം അവിടെ പോയ ഹരാസ്മെൻ്റാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോടതി പോകുന്നത്. അപ്പം കോടതി ഇങ്ങനെയാണെങ്കിലും ജുഡീഷ്യറിയിലുള്ള വിശ്വാസം തന്നെ, ഇതിൻ്റെ ജുഡീഷ്യറിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണിത്. ഇത് ശരിയായ രീതിയിലൊന്ന് അന്വേഷിക്കണം. അന്വേഷിച്ച് തെളിവെടുത്തതിന് ശേഷം ഇതിനകത്ത് ശരിയായ കുറ്റക്കാരെ കണ്ടുപിടിച്ച് അവരെ ശിക്ഷിക്കണം. അതാണ് വേണ്ടത്.